നമസ്കാരം. കാറിൽ കത്തിക്കരിഞ്ഞ സിബി എരപ്പനാൽ പ്രിയ സഹോദരൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തി. നമസ്കാരം. ഇന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ നടന്ന വളരെ ദുഃഖകരമായ ഒരു മരണത്തെപ്പറ്റി, അതിൻ്റെ സ്ഥലത്തെപ്പറ്റിയുമാണ്. ഈ കാണുന്നതാണ് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ടതോ, പിന്നെ ഭൂരേഖകൾ കലൂർക്കാട് പഞ്ചായത്തിലും മൂവാറ്റുപുഴ താലൂക്കിൽ കലൂർക്കാട് വില്ലേജ് ഉൾപ്പെട്ടതുമായ സ്ഥലമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്ന, അങ്ങോട്ട് പോയാൽ കൃഷിസ്ഥലമാണ്. ഏതാണ്ട് കുമാരമംഗലം ഭാഗത്തെ തൊടുപുഴ പോലീസ് സ്റ്റേഷന്റെ അപ്രഭാഗമാണ്. ഇത് മാത്രം കലൂർക്കാട് പഞ്ചായത്തിന്റെ വില്ലേജിന്റെ കീഴിലുള്ള സർവേ നമ്പറിൽപ്പെട്ട ഈ സ്ഥലത്താണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ്. ഇന്നത്തെ പെരുമാഖണ്ഡത്തെ മരണവുമായി ബന്ധപ്പെട്ട് ഈ പെട്രോൾ പമ്പിൽ നിന്നും പ്രതി മരിക്കാൻ പോയ വ്യക്തി പെട്രോൾ മേടിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇന്ന് മുതൽ ഇവിടെ ഈ പമ്പിൽ പെട്രോളിൽ ആർക്കും പെട്രോൾ കൊടുക്കുന്നില്ല. പെട്രോൾ മേടിക്കാൻ ആ പെട്രോൾ പമ്പിൽ നിന്നും വരുന്ന വഴിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അത് മെയിൻ റോഡാണ്, അങ്ങനെ പോണേ. മെയിൻ റോഡിൽ വണ്ടി കത്തുവാണെങ്കിൽ കത്തിയെന്ന് വിചാരിക്കാം. പക്ഷേ ഇങ്ങോട്ട് കയറി, അതായത് ഈ കൃഷി സ്ഥലത്തേക്ക് പോകുന്ന പ്രൈവറ്റ് റോഡിലേക്ക് ഇത്രയും കയറിയിട്ടാണ് അപകടം ഉണ്ടായതും വണ്ടി കത്തി നശിച്ച നിശേഷം. ഇതൊരു സംഭവം നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥലത്തും ആദ്യത്തെ സംഭവമാകാനാണ് സാധ്യത. എന്തായാലും ഇന്ന് അതിൻ്റെ ശവസംസ്കാര ചടങ്ങുകളെല്ലാം 3 മണിക്ക് വീട്ടുവളപ്പിലാണ്. അത് കഴിഞ്ഞാണ് ഇതിനെപ്പറ്റി പോലീസിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ടും മറ്റും അറിഞ്ഞതിന് ശേഷം ഇത്രയും വികൃതമായ രീതിയിലും നീചമായ രീതിയിലും സ്വന്തം ആത്മാവിനെ ബലികഴിച്ച സിബിക്കുണ്ടായ മാനസിക നില, ഈ മരണത്തിന് കാരണമായ മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്ന് ബഹുമാന്യമായ നമ്മുടെ കലൂർക്കാട് പോലീസ് തന്നെ തെളിയിക്കണം. പോലീസ് എന്ത് നിഗമനത്തിൽ എത്തുന്നു എന്ന് തീരുമാനിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകാൻ സാധിക്കുകയുള്ളൂ. നിലവിലെ സാഹചര്യങ്ങൾ ജനസ്വരം പറയുന്നത് 30 വർഷത്തെ കാലവുമെങ്കിലും കുമാരമംഗലം സഹകരണ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായിരുന്നു. ഈ മാനേജറുടെ സത്യസന്ധയും എളിമയും ഓർത്ത് നിരവധി പേർ ഡിപ്പോസിറ്റ് തന്നെ ബാങ്കിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നാട്ടുകാർക്കെല്ലാം വേണ്ടപ്പെട്ട ആൾ, വീട്ടുകാർക്ക്, മക്കൾക്ക് പ്രിയപ്പെട്ട പിതാവ്, ആർക്കും നാൾ ഇതുവരെയും മുഖമുഷിഞ്ഞ ഒരു വർത്തമാനം ഉരുവിടാത്ത ഒരു മഹാവ്യക്തി സിബി. തന്റെ ആത്മാവ് ഇത്രയും ക്രൂരമായ രീതിയിൽ പൈശാചികമായിട്ട് സ്വയം ജീവൻ കളയിച്ചതാണോ എന്നാണ് ജനത്തിനറിയേണ്ടത്. ഈസ്റ്റ് കല്ലൂർ കരയിൽ ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം, 2 മക്കൾക്കും ജോലി, ഭാര്യ ടീച്ചർ, റിട്ടയർഡ്, സുഭിക്ഷമായ ജീവിത രീതി. എന്നിട്ടും സിബിയെ ഈ മരണത്തിലേക്ക് നയിക്കാൻ കാരണം എന്താണെന്നാണ് വീണ്ടും വീണ്ടും ജനം ചോദിക്കുന്നത്. ഇത്രയും ക്രൂരമായ രീതിയിൽ തന്റെ ആത്മാവിനെ നശിപ്പിക്കണമെങ്കിൽ അതിൽ ഗംഭീരമായ മാനസിക ബുദ്ധിമുട്ട് ഈ വ്യക്തി നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. അതിന്റെ കാരണങ്ങളാണ് ജനം അന്വേഷിക്കുന്നത്. സിബിയുടെ മരണവുമായി ബന്ധപ്പെട്ട ചുറ്റുപറ്റ രീതികൾ കലൂർക്കാട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും സത്യസന്ധമായ ഒരു അന്വേഷണമാണ് ജനം പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ വിശ്വസിച്ചാണ് ജനം കാത്തിരിക്കുന്നത്. സിബിയുടെ മരണത്തിന് കാരണമായ നിഗൂഢതകൾ എത്രയും പെട്ടെന്ന് വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാണ് പ്രിയപ്പെട്ട സിബിയുടെ ഈ നാട്ടുകാർ കാത്തിരിക്കുന്നത്. മൃതദേഹം ആദ്യം കളമശ്ശേരിയിൽ എത്തിച്ചെങ്കിലും അവിടെ സാങ്കേതിക തകരാറുകൾ മൂലം വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് വീട്ടിൽ 6:30 മണിയോടെയാണ് എത്തിയത്. കണ്ണുനീർ കുളിർമയിൽ നാട്ടുകാരും വീട്ടുകാരും മൃതശരീരം ഏറ്റുവാങ്ങി. മൃതദേഹം അടച്ച ശവപ്പെട്ടിയിൽ വീട്ടുവളപ്പിൽ എത്തിക്കുകയും മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ദഹിപ്പിച്ച് നിത്യശാന്തിക്ക് അനുകൂലമായ സാഹചര്യങ്ങളായിരുന്നു വീട്ടുവളപ്പിൽ ഒരുക്കിയത്. ഈസ്റ്റ് കല്ലൂർ ശാഖ സെക്രട്ടറി, SNDP ഭാരവാഹികൾ എല്ലാം ഈ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുകയും മരണാനന്തര ചടങ്ങുകൾക്ക് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ട് മനസ്സോടെയാണ് സിബിക്ക് യാത്രയയപ്പ് നൽകിയത്. SNDP ശാഖ ഭാരവാഹികളുടെ മംഗള ഗീത യാത്രയയപ്പ് ഗാനങ്ങൾ ചൊല്ലിയപ്പോൾ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞുകൊണ്ട് മൃതദേഹത്തിൽ പുഷ്പാർച്ചന നടത്തി സിബിയുടെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി എല്ലാവരും കൂട്ടപ്രാർത്ഥനയോടെ സിബിക്ക് യാത്രയയപ്പ് നൽകി.
ഓം നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം അങ്ങനെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത സുഖനിദ്രയിലേക്കാണ് സിബിയെ ആനയിച്ചത്.